സൂറത്തുന്നൂറിലെ 3, 4, 5 വചനം ഒന്ന് ഓതി വയ്ക്കാൻ. ഇതാ 3, 4, 5. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. തജ്വീദ് ശ്രദ്ധിക്കാനുള്ളത്, അസ്സാനി ലാ യൻകിഹു, ആ നൂനിന് എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? അസ്സാനി ലാ യൻകിഹു, പിന്നെ ഇല്ലാ ദാനിയതൻ ഔ മുശ്രിക. അവിടെ നിങ്ങൾ കൂട്ടി ഓതാണെങ്കിൽ ഔ മുശ്രികതം വസ്സാനിയ കൂട്ടി ഓതാണെങ്കിൽ, ഒന്നിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാണെന്നല്ലേ. അപ്പോൾ ഓതേണ്ടത് അസ്സാനി ലാ യൻകിഹു ഇല്ലാ ദാനിയതൻ ഔ മുശ്രിക. ആദ്യത്തെ ദാനിയത്ത് എന്നിടത്ത് ഇഖ്ഫാഉം ഇദ്ഗാമും ചെയ്യാൻ പാടില്ല. ദാനിയതൻ ഔ മുശ്രിക, ഒരു സാധനം താഴോട്ടിട്ട് ഇങ്ങോട്ട് ഒരു പ്രതിധ്വനി ഉണ്ടാവും പോലെ നിർത്തുക. പിന്നെ നിങ്ങൾ കൂട്ടി ഓതാണെങ്കിൽ എന്താണ്? ഔ മുശ്രികതം വസ്സാനിയത്തു എന്നോതണം. അവിടെ സ്റ്റോപ്പാണ് നല്ലത്, വഖഫാണ് നല്ലത്. വസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ ദാനിൻ ഔ മുശ്രിക്. ദാനിൻ എന്ന് പറഞ്ഞാൽ മദീന. അവിടെ ഇഖ്ഫാഉം ഇദ്ഗാമൊന്നുമില്ല, ഇദ്ഹാർ ചെയ്താൽ മതി. പിന്നെ വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കാം. പിന്നെ വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തൂ ബി അർബഅതി ശുഹദാ, അവിടെ 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കൽ നിർബന്ധമാണ്. ബി അർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദ. അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ജൽദത്തൻ എന്നല്ല സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഇനി കൂട്ടി ഓതുമ്പോൾ എങ്ങനെ ഓതണം? ജൽദത്തൻ വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ. ആദ്യത്തെ പിന്നെ ജൽദത്തെന്ന് ഉള്ളിടത്ത് എന്ത് ചെയ്യണം? മണിക്കണം. കൂട്ടി ഓതാണെങ്കിൽ ജൽദത്തൻ വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ ഫാസിഖൂൻ. വ ഉലായിക്ക നേരത്തെ പറഞ്ഞ പോലെ 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. അതിൻ്റെ പേര് മദ് മുത്തസിൽ. പിന്നെ ഇല്ലല്ലദീനിൻ്റെ ശേഷം ബ എന്ന അക്ഷരം വരിക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കണം. അപ്പോൾ ഓതേണ്ടത് മിൻ ബാദി എന്നല്ല, മിൻ ബാദി ദാലിക വ അസ്ലഹു. വസ്ലഹു എന്നൊന്നും ഓതാൻ പാടില്ല. വ അസ്ലഹു, അമ്പുമൂടെ പോണ പോകെ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് വ അസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഗഫൂറുൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു ലൊമ്മ ഉച്ചരിക്കുക, മറ്റേ ലൊമ്മ എന്തിലേക്ക്? റായിലേക്ക് ചേർക്കുക. അപ്പം എങ്ങനെ ഓതണം? ഗഫൂറുർ റഹീം. ആ 3 എല്ലാവരും കൂടി ഒന്ന് ഓതി വെക്കണേ. അഊദു ബില്ലാഹ്. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء
ഓക്കെ. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെന്തും ചോദിക്കാം. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതാണ് റൂള്, നിയമം, കായിദ. അലിഫ്, വാവ്, യാ. അയിമൽ റൗണ്ട് അബൌട്ടുള്ള സുക്കൂന് വരിക, റൗണ്ട് അബൌട്ടിൻ്റെയൊക്കെ സുക്കൂന് വരിക. അങ്ങനെ വന്നാൽ ആ അക്ഷരത്തിന് എന്തുണ്ടാവില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉലായിക്ക എങ്ങനെ എഴുതിയ? ഉ വ് എന്നില്ലേ? പിന്നെ ലാ ഇക്ക അല്ലേ? അപ്പോൾ ഈ റൗണ്ട് അബൌട്ടുള്ള പോലെ വരുമ്പോൾ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. വേഗം ഉല. ഇവിടെ എന്ത് ചെയ്യണം? നീട്ടണം. കാരണം അംസ അലിഫ് വാവ് യാ, അതിൻ്റെ ശേഷം അംസ വരുമ്പോൾ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഉലായിക്ക ഉലായിക്ക വസ്സമായി വൽ മലായിക്കത്തു. മദ് മുത്തസിൽ എന്നാണ് അതിന് പേര് വിളിക്കാറുള്ളത്. വേറെന്തെങ്കിലും ക്ലിയർ ആയില്ലേ? വേറെന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? എന്ത് ചോദ്യം ചോദിക്കട്ടോ, ഉത്തരം പിന്നെയൊക്കെ കിട്ടും. എന്നാലും ഇല്ല, എന്നാ പോവാ. അർത്ഥം പറഞ്ഞോളി. അസ്സാനി എന്താ? വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ അല്ലേ? ആണ്. ലാ യൻകിഹു വിവാഹം ചെയ്യുകയില്ല. ഇല്ലാ സാനിയത്തൻ വ്യഭിചാരിയായ സ്ത്രീ അല്ലാതെ. അപ്പോൾ വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ വ്യഭിചാരിണിയല്ലാതെ വിവാഹം ചെയ്യാറില്ല. ഔ മുശ്രിക്കത്തൻ അല്ലെങ്കിൽ ബഹുദൈവാരാധകയായ സ്ത്രീ, ബഹുദൈവാരാധന നടത്തുന്ന സ്ത്രീ അല്ലാതെ വിവാഹം ചെയ്യാറില്ല. വസ്സാനിയത്തു വ്യഭിചാരിണി ലാ യൻകിഹ അവളെ വിവാഹം ചെയ്യാറില്ല. ഇല്ലാദാനിൻ വ്യഭിചാരം ചെയ്യുന്ന പുരുഷനല്ലാതെ. ഔ മുശ്രിക് അല്ലെങ്കിൽ ബഹുദൈവാരാധന ചെയ്യുന്നവനല്ലാതെ, ശിർക്ക് ചേർക്കുന്നവനല്ലാതെ, മുശ്രിക്കല്ലാതെ. വഹുരിമ ദാലിക ഇത് വിലക്കപ്പെട്ടിരിക്കുന്നു, ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്. ഒന്നുകൂടി പറഞ്ഞു നോക്കിയാണ്. അസ്സാനി വ്യഭിചാരം ചെയ്യുന്ന ആണ്. ലാ യൻകിഹു ഇല്ലാ സാനിയ വ്യഭിചാരിണിയല്ലാതെ വിവാഹം ചെയ്യാറില്ല. ഔ മുശ്രിക്കത്തൻ അല്ലെങ്കിൽ ശിർക്ക് ചേർക്കുന്ന സ്ത്രീയുമല്ലാതെ. വസ്സാനിയത്തു വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീ ലാ യൻകിഹുഹ അവളെ വിവാഹം ചെയ്യാറില്ല. ഇല്ലാ ദാനിൻ വ്യഭിചാരം ചെയ്യുന്ന പുരുഷനല്ലാതെ. ഔ മുശ്രിക് ബഹുദൈവാരാധകനല്ലാതെ. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ ഈ വ്യഭിചാരം സത്യവിശ്വാസിനികൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി തിരിച്ചു വരാം. അസ്സാനി എന്ന് പറഞ്ഞാൽ എന്താ? അസ്സാനി വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ അല്ലേ? ആദ്യത്തോടത്ത് എന്തേ പറഞ്ഞേ? രണ്ടാമത്തെ ആയത്തിൽ അസ്സാനിയത്തു അല്ലേ? ആദ്യം പറഞ്ഞ എന്താണ്? സ്ത്രീയെ സംബന്ധിച്ചാണ്. മൂന്നാമത്തെ ആയത്ത് പറഞ്ഞപ്പോൾ അസ്സാനി എന്നാണ് പറഞ്ഞത്, ആണിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കാരണം എന്താ? നമ്മൾ കുറേ കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, വ്യഭിചാരത്തിന് മുന്നോട്ട് വരുന്നത് അധികവും സ്ത്രീകളായതുകൊണ്ടാണ് രണ്ടാമത്തെ ആയത്തിൽ അസ്സാനിയത്തു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ കാരണം. മൂന്നാമത്തെ ആയത്തിൽ പറയുന്ന വിഷയം എന്താ? വിവാഹം കഴിക്കലാണ്. വിവാഹം കഴിക്കുന്നതിന് മുന്നോട്ട് വരല ആരാ? സാധാരണ പുരുഷനാണ്. അതുകൊണ്ടാണ് അവിടെ അസ്സാനി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ അസില് സ്ത്രീയാണ്. കാരണം എന്താ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, ചുറുചുറുക്കുള്ള സുന്ദരനായ ചോരത്തുടിപ്പുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആകർഷിച്ചത് ആരായിരുന്നു?
അസീസ് രാജാവിൻ്റെ ഭാര്യ. ആ ഭാര്യയാണ് എന്ത് പറഞ്ഞത്? ഖാലത്ത് ഹൈത്തലക്ക്, ഇങ്ങോട്ട് വാ. ആരോട് പറഞ്ഞത്? സുന്ദരനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് വരാൻ വേണ്ടി, ഈ വേണ്ടാവൃത്തി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ആരാണ്? രാജാവിൻ്റെ ഭാര്യയാണ്, അസീസ് രാജാവിൻ്റെ ഭാര്യയാണ്. അപ്പം ആരാ വിളിച്ചത്? പെണ്ണാണ് വിളിച്ചത്. അപ്പം അതിൻ്റെ എന്താ? അസില് പെണ്ണാണ് വ്യഭിചാരത്തിന് എന്ത് ചെയ്യുക? അതിന് വാതിൽ തുറക്കുക. ഇന്നും അങ്ങനെ തന്നെയല്ലേ? എന്തിനാണ് സ്ത്രീകൾ പിന്നെ എങ്ങനെ ഡിസ്സുള്ള വസ്ത്രം, ശരീരത്തിൻ്റെ ഉൾഭാഗം പോലും പിന്നെ സ്കാൻ ചെയ്യുന്നത് പോലെ കാണുന്ന വസ്ത്രം ധരിക്കണില്ല സ്ത്രീകൾ? പുറംതൊലി എന്നല്ല കാണാം, വസ്ത്രം ധരിച്ചാൽ അകത്തുള്ളതൊക്കെ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രമാണെന്ന്, അത്ര ഇതുള്ളതാണ് അല്ലേ? അപ്പം അതിന് കാരണം എന്താ? മറ്റുള്ളവരെ, പുരുഷന്മാരെ, എതിർലിംഗത്തെ ആകർഷിക്കാനാണ് ഈ വസ്ത്രം ധരിക്കുന്നത്. മറക്കാനാണെങ്കിൽ, പിന്നെ പ്രൊട്ടക്ഷനാണെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രം ധരിക്കണോ? ശരിയായ വസ്ത്രം ധരിച്ചൂടെ? അപ്പം ഈ വസ്ത്രധാരണം അതും ആരിൽ നിന്ന്, എന്തിനാണ് അവർ ധരിക്കണത്? ഉദ്ദേശം മറ്റുള്ളവനെ ആകർഷിക്കാനാണ്. ഇനി ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ. ഇവിടെ ലിഫ്റ്റ് ഇടണതും, കുളിച്ചില്ലെങ്കിലും മുഖം കെട്ടി വൃത്തിയാക്കിയിട്ട് ആകെ കുവൈത്തിൽ തിന്നാൻ 10 ദിനാറാവുള്ളൂ. പക്ഷേ മുഖം വൃത്തിയാക്കാനോ സാലൂണിൽ പോയാൽ എന്തായാലും പറയുക തെച്ചും ഇംഗ്ലീഷിൽ എന്താ പറയല്? ബ്യൂട്ടി പാർലറിൽ പോകണം. എന്തിനാ അവിടെ എത്ര ദിനാർ കൊടുക്കണം? ഒരൊറ്റ ടൈമിൽ 120, 100, 80, 60, 5, 10 എന്നല്ല. എന്തിനാപ്പത്? ഇതൊന്ന് മിനിക്കാൻ. എന്തിനാണ് ആ മിനിക്കണത്? ഞാൻ കാണാൻ, നിങ്ങൾ കാണാൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒക്കെ തുടക്കം, വ്യഭിചാരത്തിൻ്റെ തുടക്കം ആരിൽ നിന്നാണ് വരുന്നത്? സ്ത്രീയിൽ നിന്ന്. അതുകൊണ്ടാണ് അസാനിയത്തു എന്ന് വിശുദ്ധ ഖുർആൻ ആദ്യം പറഞ്ഞത്. എന്നാൽ വിവാഹം പറഞ്ഞപ്പോൾ, വിവാഹം ലാ യൻകിഹുഹ, നിക്കാഹിനെ പറ്റി പറഞ്ഞപ്പോൾ പുരുഷനെ പറഞ്ഞു. ആ പുരുഷനാണ് അതിന് തുടക്കമിടുന്നത് അല്ലേ? അതുകൊണ്ടാണ് രണ്ടാമത്തേൽ അസാനി എന്ന് പറയാനുള്ള കാരണം. ഇനി പറയാം, ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ. നിങ്ങൾ നല്ല ശ്രദ്ധിക്കണേ. വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ വിവാഹം ചെയ്യാറില്ല ഇല്ലാ സാനിയത്തൻ, വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീ അല്ലാതെ, അല്ലെങ്കിൽ മുശ്രിക്കത്തിനെ അല്ലാതെ. ഇനി ഒരല്പം ഭാഷാ പഠനമാണ് ഇവിടെ ശ്രദ്ധിക്കണം, എന്നാലും നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ തുടങ്ങി വെച്ചു. എന്താ ഭാഷയിൽ എന്തുണ്ട്? ഇൻഷാ, ഖബർ എന്ന് പറഞ്ഞിട്ട് 2 രൂപത്തിലുള്ള സെൻറ്റൻസ് ഉണ്ട് ഭാഷയിൽ. നമ്മൾ പഠിച്ചു അല്ലേ? ഇൻഷാ എന്ന് പറയുന്നത് ഏതാ? ഒരാളൊരു കൽപ്പനക്രിയ പറയാം. മെസ്സിനെ അതിങ്ങോട്ട് എടുക്ക്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ എന്ന് കൽപ്പന. അങ്ങോട്ട് പോവരുത്, അത് ചെയ്യരുത്, അങ്ങനെയുള്ള വിരോധം. പിന്നെ ആഗ്രഹങ്ങൾ അല്ലേ? അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അതേപോലെ പൂതികൾ. പിന്നെ യാ മഹ്സിൻ എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ ഒരു ശൈലിക്കാണ് എന്ത് പറയാ? ഇൻഷാ എന്ന് പറയാം. ഇൻഷാ. എന്നാൽ ഖബരിയായ ജുംല എന്ന് പറയുന്നത് എന്തിനാ? എൻ്റെ അടുത്ത് അന ഇന്ദി 100 മില്യൺ ദീനാർ, എൻ്റെ അടുത്ത് എത്ര ഉണ്ട്? 10 കോടികൾ ദീനാറിൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളതിനെ സത്യപ്പെടുത്തുമോ? അതല്ല വിശ്വസിക്കുമോ വിശ്വസിക്കാതിരിക്കുമോ? രണ്ടിനും സാധ്യത ഉണ്ട് അല്ലേ? മെസ്സിൻ പറയും പോയിക്കാ നിങ്ങൾ താന്നില്ല എന്നറിയും. ഇയാളോ മജീദ് സലാഹി പറയും എൻ്റെ അടുത്ത് ഉണ്ട് അറിയും. രണ്ടും പറയും. അപ്പം ഉണ്ട് എന്ന് പറയാനും പറ്റും, ഇല്ല എന്ന് നിഷേധിക്കാനും പറ്റും, കളവാക്കാനും പറ്റും, സിദ്ക്കിനും പറ്റും. അങ്ങനെ രണ്ടിനും പറ്റുന്ന ജുംലയാണ് എന്ത് പറയാ? ഖബരിയായ ജുംല എന്ന് പറയുന്നത്. മനസ്സിലാണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം? നമ്മളൊരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയോ ചെയ്യരുത് എന്ന് പറയോ അങ്ങനത്തെ ജുംലക്ക് ഇൻഷാഇയായ ജുംല എന്നും, മറ്റേനെന്താ പറയുക? നമ്മൾ സാധാരണ പറയുന്ന ജുംലക്ക് എന്ത് പറയും? അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ
അവൻ പോയിട്ടില്ല, അവൻ പോകുന്നു, അവൻ ചാടിയിട്ടില്ല, ചാടുന്നു എന്നൊക്കെ അങ്ങനെയുള്ള ജുംലക്ക് എന്ത് പറയും? ഖബരിയായ ജുംല എന്ന് പറയും. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇവിടെ ഉപയോഗിച്ച പദം ആ ജുംല ഏതാണ്? അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ. വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ വ്യഭിചാരം ചെയ്ത സ്ത്രീയല്ലാതെ വിവാഹം കഴിക്കൂല എന്നാണല്ലോ പറഞ്ഞത്. അത് ഏത് പെട്ടതാ? ഖബരിയാണ്, ഖബരിയായ ജുംലയാണ്. അപ്പോൾ ഖബരിയായ ജുംല ഇവിടെ വിവാഹം ചെയ്യരുത് എന്നാണോ പറഞ്ഞത്? ചെയ്യരുത് എന്നാണെങ്കിൽ എന്തു വേണം? നിങ്ങളതിൻ്റെ അർക്കത്ത് നോക്കിയാണ്. ലാ യൻ എന്താണ്? യൻകി ഹുഹ അല്ലേ? യൻകി ഉഹ. ഇങ്ങനെയാണല്ലേ? യൻകി ഹു എന്നുള്ളതിൻ്റെ ഹർക്കത്ത് എന്താ? ലമ്മാണെങ്കിൽ അല്ലേ? വിവാഹം ചെയ്യൂല. എനിക്ക് ഇല്ലാതാനിയത്തെന്നല്ലേ ഞാൻ ഹാന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. അവിടെ പിന്നെ ഹു എന്നാണല്ലേ? ലാ യൻകിഹു ഇല്ലാതാനിയത്തൻ. അവിടെ ഹു എന്നാണ് ഉള്ളത്. അപ്പോൾ എന്ത് ജുംല എന്നാ പറഞ്ഞത്? ഖബരിയാണ്. ചെയ്യരുത് എന്നാണെങ്കിൽ എങ്ങനെ പറയണം? ചെയ്യരുത്, വിവാഹം ചെയ്യരുത്. യൻകിഹ് ഇവിടെ സുക്കൂന വരിക, ജസ്മ് വരും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? ലാ പിന്നെ ലാ യഫ് അലു അല്ലെങ്കിൽ ലാ യഅ്മലു, ഓൻ ജോലി ചെയ്യുന്നില്ല. ലു അല്ലേ? ലാ യഅ്മൽ, അവൻ ജോലി ചെയ്യരുത്. അപ്പം നോക്കി നിങ്ങൾ, അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകത, ഒരു ലൊമ്മ് പോയി ഒരു സുക്കൂൻ വന്നപ്പം എന്തായി? സുക്കൂൻ വന്നപ്പം ആ ജുംല ഇൻഷാ ആയി. ലൊമ്മ് വന്നപ്പം ആ ജുംല ഖബരിയായി. ഇത്ര വ്യത്യാസമുണ്ട് അല്ലേ? ഒരൊറ്റ ഹറക്കത്ത് മാറിയപ്പം ആശയത്തിന് അജഗജാന്തരം വ്യത്യാസം. എന്താ വ്യത്യാസം? ഒന്ന്, വിവാഹം ചെയ്യരുത്, യൻകിഹ, അങ്ങനെ ഓതിയ സഹാബത്തുണ്ട് അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ ഖുർആനിൽ യൻകിഹുഹ എന്ന് വന്നു? ഹഫ്സ് ആൻഡ് ആസിം അവരുടെ ഖിറാത്താണ് നമ്മൾ അവലംബിക്കുന്നത്, അവരുടെ മുസാഫാണ് നമ്മൾ അവലംബിക്കുന്നത്. അതുകൊണ്ട് അതിലുള്ളത് ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ എന്നാണ്, ലൊമ്മാണ്. അങ്ങനെ ലൊമ്മ് വരുമ്പോൾ അതിൻ്റെ ഖബരിയായ ജുംലയാണ്. അത് എന്തിനല്ല? നഹി, വിരോധം, അരുത് എന്ന് പറയാനല്ല. അരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ലാ യൻകിഹ് എന്ന് പറയണം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇത് മനസ്സിലായാലേ അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹദീസിൽ ഇങ്ങനെ വന്നു കാണാം. ഹദീസിൽ ലാ തുൻകഹു അലാ അമ്മത്തിഹ, ലാ തുൻകഹു അലാ അമ്മത്തിഹ. പിന്നെന്താ വേറെയും കാണാം? ഔ വല അല ഖാലത്തിഹ എന്ന് കാണാം. അവിടെ ലാ തുൻകഹു എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഹു എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? അമ്മായിനെയും ഇളയമ മൂത്തമ്മനെയും വിവാഹം ചെയ്യാറില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ചെയ്യുന്നവരുണ്ട് എന്നതിൽ അർത്ഥം വരൂലേ? നമ്മളിപ്പോൾ ഓന് ലാ യദ്ഹബു, അയാൾ ജോലിക്കൊന്നും പോവാറില്ല എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുകയിൽ? സാധാരണക്ക് പോവാറില്ല, ചിലപ്പോഴൊക്കെ പോവലുണ്ട് എന്ന് പറയും. അതാണ് ഈ ലൊമ്പ് വരുമ്പോഴുള്ള മാറ്റം. ഇതേപോലെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ. വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ ആണ് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീ അല്ലാതെ വിവാഹം ചെയ്യാറില്ല. സാധാരണ അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ ഇനി എന്തിനാണ് ഇങ്ങനെ പിന്നെ ഈ അർത്ഥത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം നഹിയാണോ അല്ലേ? ഇനി ഭാഷയിൽ ഒരു പടിയും കൂടി താഴോട്ടിറങ്ങണം. ഇവിടെ ലാ യൻകിഹ്
എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ ഒരു വിരോധത്തിനുള്ള നെഹിയിനുള്ള ക്രിയയാണ്. എന്നാൽ ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ എന്ന് പറയുമ്പോൾ അത് സാധാരണ ഖബരിയായ ജുംലയാണ്. ഖബരിയായ ജുംല പറഞ്ഞിട്ട് പിന്നെ അതിനെ ഇൻഷായിലേക്ക് വഹിപ്പിക്കണ ഒരു രംഗമുണ്ട്. എന്തില്? ഗ്രാമറിൽ, പിന്നെ ഭാഷാ സാഹിത്യത്തിൽ. അങ്ങനെ വഹിപ്പിക്കുന്നത് എന്തിനാണ്? കൂടുതൽ അതിശയോക്തി കാണിക്കാൻ, കൂടുതൽ അതിശയോക്തിയോട് കൂടി പറയാനാണ് അങ്ങനെ ഒരു ജുംലയെ എന്ത് ചെയ്യണത്? മുബാലക്ക് വേണ്ടി. എന്താ മുബാല എന്ന് പറയുന്നത്? അതിശയോക്തിയോട് കൂടി ഒരു കാര്യം പറയുക അല്ലെങ്കിൽ ചെയ്യുക. എന്താ ഈ മുബാല എന്നുള്ളതിന് സാധാരണ നമ്മൾ പറയാറുള്ളത്? എന്താ പറയാറുള്ളത്? അതിശയോക്തിക്ക് എന്താ പറയാനുള്ളത്? പിന്നെ നമ്മളൊരു സംഗതി അതിശയോക്തിയോട് കൂടി എങ്ങനെ പറയാ? ഓൻ ആ പണിയൊന്നും ചെയ്യാറില്ല, ഒരു വേണ്ടാവൃത്തി ചെയ്യാറില്ല, അപ്പൊ ചെയ്തോ എന്നതിൽ എന്തുണ്ട്? ഒരു തോന്നിപ്പിക്കലുണ്ട് അല്ലേ? ആ രൂപത്തിലുള്ള അതിശയോക്തി മുബാലക്ക് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ സെന്റൻസ് ഖബരിയാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നഹീന്റെ അർത്ഥം തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാർ. അപ്പൊ എന്താവും നഹീന്റെ അർത്ഥമാവുമ്പോൾ? നിങ്ങൾ വിവാഹം ചെയ്യരുത്, സാനിയത്തിനെ അല്ലാതെ വിവാഹം ചെയ്യരുത് എന്ന അർത്ഥം പറഞ്ഞ ആളുകളുണ്ടാവും. അപ്പം ഒരു വ്യഭിചാരം ചെയ്ത സ്ത്രീക്ക് പിന്നെ മനുഷ്യൻ എന്തേ പറ്റുള്ളൂ? വ്യഭിചാരം ചെയ്ത സ്ത്രീയോ പറ്റുള്ളൂ. ഒരു വ്യഭിചാരം ചെയ്യാത്ത സ്ത്രീക്ക് എന്തേ പറ്റുള്ളൂ? വ്യഭിചാരം ചെയ്യാത്ത പുരുഷനെ പറ്റുള്ളൂ എന്ന് അതിൽ ആശയമുണ്ട്. രണ്ടാമത്തത്, ഇങ്ങനെ ലാ യൻകിഹ് എന്ന് സുക്കൂനില്ലാതെ നഹീന്റെ രൂപത്തിൽ, ഇൻഷാഇ ആ രൂപത്തിലല്ലാതെ ഖബരി ആ രൂപത്തിൽ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരാളെ അങ്ങേയറ്റം മോശമാണ്, അത് ബീഭത്സമായ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ വളരെയധികം ചീത്തയാണ്, പിന്നെ നികൃഷ്ടമാണ് എന്നൊക്കെ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടും അത് നല്ലതല്ല, ആ രൂപത്തിലുള്ള കാര്യം നല്ലതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും എന്ത് പറയും? ലാ യൻകിഹു എന്ന് ലൊമ്മിട്ട് പറയും. ഇപ്പം ഉദാഹരണമായിട്ട് ഒരു വ്യഭിചാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് ഒരു വിശ്വാസിക്ക് എന്തല്ല? നല്ലതല്ല, അതവന് ഫിറ്റായതല്ല, അവന് യോജിച്ചതല്ല എന്ന് കാണിക്കാനാണ് ലാ യൻകിഹു എന്ന് ലൊമ്മിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറയും തക്ബീഹിന്റെ അർത്ഥമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഒരർത്ഥം, അപ്പം മൂന്നർത്ഥമായി. ഒന്ന്, ചെയ്യരുത്. രണ്ട്, അത് അവന് ഉചിതമല്ല, നല്ലതല്ല, അവന് ഫിറ്റല്ല എന്ന അർത്ഥം. മൂന്നാമത്തെ ഒരർത്ഥം പിന്നെ യംബഗി എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. യംബഗി പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആനിൽ അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്തി വത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. എന്താണ്? നികൃഷ്ടമായ സ്ത്രീകൾ നികൃഷ്ടമായ പുരുഷന്മാർക്കും, പിന്നെ നികൃഷ്ടമായ പുരുഷന്മാർ നികൃഷ്ടമായ സ്ത്രീകൾക്കും, നല്ലവരായ സ്ത്രീകൾ നല്ലവരായ പുരുഷന്മാർക്കും, നല്ലവരായ ആണുങ്ങൾ നല്ലവരായ സ്ത്രീകൾക്കുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആണ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആയിരിക്കണം, അങ്ങനെ നിങ്ങൾ ചെയ്യാവൂ, അത്യാവശ്യമാണ്, അങ്ങനെ ആയിരിക്കൽ അത്യാവശ്യമാണ്. ഇതേ ഉദ്ദേശമാണ് ലാ യൻകിഹു എന്ന് പറയുമ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആർത്തിയും ശ്രമവും ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. ആ കഅബയെ പറ്റി പറഞ്ഞപ്പോൾ, ഹറമിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ ആയാത്തും ബയ്യിനാത്തുണ്ട്. പിന്നെന്താ പറഞ്ഞത്? വമക്കാമു ഇബ്രാഹിമ, ഇബ്രാഹിം നബി നിന്ന സ്ഥലവുമുണ്ട്. എന്നിട്ട് പറയാം വമൻ ദഹലഹു കാന ആമിന, ആ ഹറമിൽ ആര് പ്രവേശിച്ചോ അവൻ നിർഭയത്വമുള്ളവനായി. വമൻ ദഹലഹു കാന ആമിന. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഹറമിലാണ് പ്രവേശിച്ച നിർഭയത്വം ഉണ്ടാവുമോ? ഏതാനും കൊല്ലങ്ങൾ മുമ്പ്
അവിടെ നിന്നൊക്കെ ആട്ടി ഓടിച്ച് അവിടെ യുദ്ധം ഭയങ്കര കച്ചറൊക്കെ ഉണ്ടായിട്ടില്ലേ? അപ്പം ഹറമ് പ്രവേശിച്ചവനൊക്കെ അവിടെ നിർഭയത്വം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവിടെ അപ്പം ചില ആളുകൾ ഖുർആനെ പറ്റി തെറ്റിദ്ധരിച്ചു പോയി ആ കാലഘട്ടത്തൊക്കെ. പക്ഷെ അള്ളാഹ് പറഞ്ഞത് ഇതല്ലേ, ഹറമിലാട് പ്രവേശിച്ചാൽ പിന്നെ നിർഭയത്തുള്ളവനാണെന്നാണല്ലോ. ഇപ്പം നമ്മൾ ഹറമിലാട് പോയി നമുക്കൊന്നും പറ്റൂല നമ്മൾ വിചാരിക്കാൻ പറ്റുമോ? അതല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഹറമിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിർഭയത്വമുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനുള്ള ആർത്തിയാണ് നിങ്ങളുടെ പക്കത്ത് നിന്നത്. അവിടെ നിർഭയത്വം ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ അതേ അർത്ഥം ആണ് ഇവിടെയും. നിങ്ങൾ എന്ത് ചെയ്യരുത്? വ്യഭിചാരിയായ സ്ത്രീയെ, പിന്നെ വ്യഭിചാരിണിയായ സ്ത്രീയെ വ്യഭിചാരിയായ പുരുഷനോട് വിവാഹം കഴിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ സത്യവിശ്വാസിയായ ഒരു സ്ത്രീയെ ഒരു വ്യഭിചാരിയായ മനുഷ്യനോട് നിങ്ങൾ വിവാഹം കഴിക്കാൻ ശ്രമിക്കാൻ പാടില്ല. നിങ്ങളുടെ ശ്രമം ഉണ്ടാവേണ്ടത് ആ രൂപത്തിലാണ് എന്ന അർത്ഥം പറഞ്ഞവരുമുണ്ട്. അപ്പം ഈ 3 അർത്ഥത്തിൻ്റെ ശൈലി മനസ്സിലായോ? അപ്പം എന്തിനാ ഇപ്പം ഞാൻ അത് പറഞ്ഞത്? ഇത് പറയാതെ ഖുർആനിൻ്റെ യഥാർത്ഥ അന്തസത്ത നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്. അല്ല അപ്പം എനിക്കറിയത് കുറച്ച് പ്രയാസമാണെന്ന്, ഇതൊക്കെ അല്പം പിന്നെ ദഹിക്കൂലങ്ങൾക്ക്. എന്നാലും ഇത്തിരിയൊക്കെ പഠിച്ചവർക്ക് എന്തുണ്ടാവും? ഒരു റൂട്ട് കിട്ടും, എങ്ങനെയാണ് ഈ അർത്ഥവ്യത്യാസം വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, 3 അർത്ഥം അവിടെ പറയുന്നുണ്ട് മുഫസ്സിർ. ഒന്ന്, ലാ യൻകിഹു എന്നാണ്, വിവാഹം ചെയ്യരുത്. ലാ യൻകിഹ എന്ന് പറയുന്ന നഹി. രണ്ടാമത്തെ ഒരർത്ഥം, ആ കാര്യം വളരെ മോശമാണ് എന്ന് കാണിക്കാൻ. മൂന്നാമത്തെ ഒരർത്ഥം എന്താണ്? നിങ്ങൾ അതിനെ ശ്രമിക്കാവൂ, അല്ലാതെ നല്ല പെൺകുട്ടികളെ പിടിച്ചിട്ട് ഏതെങ്കിലും വ്യഭിചാരം ചെയ്യുന്ന മനുഷ്യനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യഭിചാരിണിയായ സ്ത്രീയെ നല്ല സത്യവിശ്വാസിയായ മനുഷ്യനോടോ കൂട്ടിഘടിപ്പിക്കാൻ നിക്കാഹ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നാണ് അതിൻ്റെ മൂന്നാമത്തെ അർത്ഥം. മനസ്സിലായില്ലേ? 3. അപ്പം ഇനി തിരിച്ചു വരിക. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ. ഇനി പറഞ്ഞെന്താ? മുശ്രിക്കത്തിനെയും നമ്മളിപ്പോൾ ഒരു കാര്യം അത്ഫ് ചെയ്യുമ്പോൾ അവിടെ ഔ എന്ന് പറഞ്ഞാൽ എന്താ? വ്യഭിചാരിയായ സ്ത്രീയോടാണല്ലോ എന്തിനാ അത്ഫ് ചെയ്തത്? അത്ഫ് ചെയ്യാൻ എന്താ? കണക്ട് ചെയ്തു അല്ലേ? എന്തിനാ കണക്ട് ചെയ്തത്? മുശ്രിക്. ഇപ്പം നമ്മൾ ഒരു കടയിൽ പോയി, നമ്മളിപ്പോൾ ഞാൻ പറയാം, ഞാൻ ഒരു വീടും വാങ്ങി, സ്ഥലവും വാങ്ങി, സ്പൂണും വാങ്ങി. താപ്പ് എന്തെങ്കിലും ബന്ധമുണ്ടോ? വീടും സ്ഥലവും ഓക്കെ, വീടും സ്ഥലവും ഓക്കെ. അതിൻ്റെ കൂടെ സ്പൂൺ എന്ന് പറഞ്ഞാലോ? സ്പൂൺ പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? കയ്യിലോ എന്താ നിങ്ങൾ പറയല്? അതുമായിട്ട് എന്തെങ്കിലും ഒരു കോർവുണ്ട് അതിന്? ഈ വീടും സ്ഥലവും സ്പൂണും ഇപ്പം എന്താ കോർവല്ല ഉണ്ടോ? നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ അങ്ങനെ തോന്നും. എങ്ങനെ? വ്യഭിചാരിയായ സ്ത്രീയും ശിർക്ക് ചേർക്കുന്ന സ്ത്രീയും എന്താ ഇപ്പം ഇത് കോർവ? നേരെ മറിച്ച് ഒരു ഗ്ലാസും ഒരു സ്പൂണും വാങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിജാമുണ്ട്, ഒരു കോർവുണ്ട്, പരസ്പരം ഒരു താത്തുഫുണ്ട്, ഒരു ഇണക്കമുണ്ട് അല്ലേ? എങ്കിൽ ഇവിടെ എന്താണ് ഇണക്കം? ഇവിടെ പറഞ്ഞതാരാ? അള്ളാഹു തആലയാണല്ലോ പറയുന്നത്. അപ്പം എന്തായാലും ഇതിനൊരു കോർവുണ്ടാവും. നമുക്കിങ്ങനെ തോന്നും, ഇതെന്താ ഒരു കോർവല്ലാതെ അങ്ങകലെ വ്യഭിചാരം ചെയ്യണ ഓലെ കൊണ്ടുപോയിട്ട് മുശ്രിക്കുകളുമായിട്ട് ബന്ധിപ്പിച്ചണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്താ ബന്ധം? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരം ചെയ്യുന്ന പുരുഷനെയും വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെയും ബിംബാരാധന നടത്തുന്ന മുശ്രിക്കിനോടും മുശ്രിക്കത്തിനോടും പിന്നെ തമ്മിൽ ബന്ധിപ്പിച്ചത്? അതിൻ്റെ ഗൗരവമാണ്. വ്യഭിചാരം ചെയ്യുക എന്ന പ്രവൃത്തി ശിർക്ക് ചെയ്യുന്നത് പോലെ അത്രയും മോശമാണ്. ശിർക്ക് ചേർക്കുന്ന പ്രവൃത്തി വ്യഭിചാരം പോലെ അത്ര ദുഷ്ടമായ പ്രവർത്തനമാണ്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടുള്ളതല്ല എന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യം അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഔ മുശ്രിക്കത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇനി ഒന്നുകൂടി, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ. ഇനിയോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എന്താണ്? വസ്സാനിയത്തു ലാ യൻകിഹ
ഇല്ലാദാനിൻ ഔ മുശ്രിക്, അത് പറയേണ്ടതില്ല അല്ലേ. പിന്നെ പറയാം വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, ഈ പണി അത് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഏത്? ഈ വ്യഭിചാരാണോ അതോ പിന്നെ നിക്കാഹാണോ, കല്യാണം കഴിക്കലാണോ വ്യഭിചാരാണോന്നോ? വഹുരിമ ദാലിക, ആ നിക്കാഹ് എന്ന് പറഞ്ഞ ഫസറുണ്ട്, ആ വ്യഭിചാരം എന്ന പ്രവൃത്തി എന്ന് പറഞ്ഞതും ഉണ്ട്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും എന്താണ്? ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ്. അപ്പം അതുകൊണ്ട് ആയത്തിൽ നിന്ന് എന്ത് അർത്ഥം വന്നു? വ്യഭിചാരിണിയെ വിശ്വാസിയായ മനുഷ്യൻ പോയി വിവാഹം കഴിക്കലും വ്യഭിചാരം ചെയ്യുന്ന പുരുഷനെ വിശ്വാസിനിയായ പെണ്ണിനെ വിവാഹം കഴിക്കലും രണ്ടും ഹറാമാണ്, അത് ബാത്തിലാണ് എന്ന അതിൽ നിന്ന് വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ എന്നതിൽ നിന്ന് വന്നു. ഇനി ഈ ആയത്തിറങ്ങാൻ ഒരു അവതരണ ഹേതു ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഒന്ന്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അന്ന റജുലൻ മിനൽ മുഅ്മിനീന ഇസ്തഅദന റസൂലല്ലാഹ്, വിശ്വാസികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി, ആ സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂലിനോട് സമ്മതം ചോദിച്ചു. എന്തിന്? ഫി ഇമ്രാത്തിൻ യുക്കാലു ലഹ ഉമ്മ മഹ്സൂൽ. ഉമ്മ മഹ്സൂൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. കാനത്ത് തുസാഫിയു, ഓള് വ്യഭിചാര പ്രവർത്തനം നടത്തുന്ന സ്ത്രീയാണ്. അവൾ എന്ത് ചെയ്തു? വ തസ്തരി തുലഹു അൻ തുംഫക്കാലേ, അവളെ ചെലവൊക്കെ പിന്നെ അവൾ അങ്ങോട്ട് ചെലവഴിച്ചോളും, അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിബന്ധന വെച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ കാര്യം പറഞ്ഞു, സമ്മതം ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോതി കൊടുത്തു? അസ്സാനിയത്തു ലാ യൻകിഹുഹ ഇല്ലാ ദാനിൻ ഔ മുശ്രിക്. എന്താണ് ആദ്യത്തെ? അസാനിയാണ് അല്ലേ. അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രികത്തൻ വസാനിയത്തു ലാ യൻകിഹുഹ ഇല്ലാ ദാനിൻ ഔ മുശ്രിക് വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ എന്ന ആയത്ത് ആ വന്ന ചോദ്യകർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. അപ്പം എന്തായി എന്ന് മനസ്സിലായത്? അത് ഹറാമാണ് എന്ന് മനസ്സിലായി അല്ലേ. മറ്റൊരു അവതരണ ഹേതു മുഫസ്സിറുകൾ വിവരിക്കുന്നത് ഇമാം തുർമദി അദ്ദേഹത്തിൻ്റെ 3177, ഇമാം അബൂദാവൂദ് 2051 നമ്പർ ഹദീസിൽ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കണ കാണാം. കാല, ആ സ്വഹാബി പറയാൻ, കാന റജുലുൻ യുക്കാലു ലഹു മർസദ് ബിൻ അബി മർസദ് എന്ന് പറയുന്ന ഒരു മർസദ് ബിൻ അബി മർസദ് അൽ ഗനവി എന്നാണ് അയാളെ പേര്. എന്ന് പേര് വിളിക്കണ ഒരു സ്വഹാബിയാണ്. ബദർ യുദ്ധത്തിലും എന്തിലും പങ്കെടുത്തിട്ടുണ്ട്? ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹിജ്റ 4 അയാൾ വഫാത്തായും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിന്നെ സൈന്യത്തിൻ്റെ കൂടെ നേതാവായി വിടുമ്പോൾ അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുകയാണ്. ഈ സ്വഹാബിക്കൊരു പണി ഉണ്ടായിരുന്നു. പിന്നെ മക്കത്ത് നിന്നുള്ള ബന്ധനസ്ഥരായ ആളുകളെയൊക്കെ പിടിച്ചിട്ട് മദീനായിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മദീനായിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ മക്കത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മക്കത്ത് ഇയാൾക്ക് ജാഹിലിയ കാലത്ത് ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ, നമ്മൾ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ ഫ്രണ്ട്ഷിപ്പുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ പേര് അനാഖ് ഔ ഐനാഖ്, രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഐനാഖ് എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അപ്പോൾ നേരത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ ബന്ധമുള്ള ഒരു സ്ത്രീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇയാൾ വന്ന് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, ഞാൻ അനാഖിനെ ഇഷ്ടപ്പെടും, ഞാൻ വിവാഹം ചെയ്തോട്ടെ. പക്ഷെ ആരാണ്? വ്യഭിചാരം ചെയ്യണ മുശ്രിക്കത്തായ സ്ത്രീയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും മറുപടി പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആയത്തിടെ ഇറങ്ങി. ഏത്? അസ്സാനിയത്തു, എന്താണ്? അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രികത്തൻ വസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ ദാനിൻ ഔ മുശ്രിക് എന്ന സൂറത്തു നൂറിലെ ഈ വചനം ഇങ്ങോട്ട് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതി കേൾപ്പിച്ചു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? ഫലാ തൻകിഹ, ഇഞ്ഞോളെ വിവാഹം കഴിക്കരുത്. ജാഹിലിയ കാലത്തുള്ളതൊക്കെ ശരി, ആ ബന്ധമൊക്കെ ഓക്കെ, പക്ഷെ എന്താ പറയുക, വിവാഹം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിരുന്നു. ഇനി അടുത്ത ആയത്ത് നോക്കുങ്ങൾ.
വല്ലദീന വല്ലദീന എന്താ വല്ലദീന പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ യർമൂന പറഞ്ഞാൽ റമ പറഞ്ഞ എന്താ അർത്ഥം? എറിയ. ഉദ്ദേശാർത്ഥം ആരോപിക്കുക. അൽ മഹ്സനാത്ത് പതിവൃതകളായ അല്ലെങ്കിൽ നല്ല സ്ത്രീകളെ, ചാരിത്രവതികളായ സ്ത്രീകളെ വ്യഭിചാരാരോപണം നടത്തുന്നവരാരോ അവർ സുമ്മലം യഅ്തൂബി അർബാത്തി ശുഹദ എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്തവർ ഫജിലിദൂഹും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അവരെ അടിക്കണം. എത്ര അടി? 80 ജൽദ 80 അടി അടിക്കണം. വലാ തഖ്ബലൂലക്കും ഷഹാദത്തൻ അബദ അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സാക്ഷിത്വം, അവരെ സാക്ഷിയാവാൻ അവരുടെ സാക്ഷിത്വം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. വ ഉലായിക ഹുമുൽ ഫാസിഖുൻ അവർ അധർമ്മകാരികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഈ ആയത്തിൽ ഇപ്പം എന്താ വിഷയം? മുമ്പുള്ള ആയത്തുകളിലൊക്കെ വ്യഭിചാരത്തിൻ്റെ ഹദ്, അതിൻ്റെ ശിക്ഷാ നിയമം ആദ്യത്തേൽ, പിന്നത്തെ ആയത്തിൽ എന്ത് പറഞ്ഞു? വിവാഹം, വ്യഭിചാരിയെ വിവാഹം ചെയ്താലുള്ള ആ ശിക്ഷാ നിയമത്തെ പറ്റി പറഞ്ഞു. ഇവിടെ പറയുന്നത് ആരോപണം, നല്ലവരായ സ്ത്രീകളെ, പതിവൃതകളായ ചാരിത്രശുദ്ധിയുള്ള സ്ത്രീകളെ വ്യഭിചാരാരോപണം നടത്തിയാലുള്ള ആ ശിക്ഷാ നിയമത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രയോഗം നല്ല ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ എന്താണ്? വല്ലദീന യർമൂന. എന്താ ഈ റമ എന്ന് പറഞ്ഞാല്? റമ എല്ലാവർക്കും അറിയാം. റമ എന്താ? റമ എറിയ അല്ലേ? നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ എറിയില്ലേ? ഉംറക്കൊക്കെ അല്ല ഹജ്ജിനൊക്കെ പോകുമ്പോൾ സഫ മർവയിൽ എറിയണം. അവിടെ റമ എന്ന പദമാണ് ഉപയോഗിച്ച് അല്ലേ? റമ എറിയ. എന്നാൽ എന്തുകൊണ്ട് എറിയുന്നതിനാണ് റമ എന്ന് അറബി ഭാഷയെ പറയാ? ഇപ്പം നമ്മൾ പഠിക്കുന്ന ഭാഷയാണ് കേട്ടോ. എന്തുകൊണ്ട് എറിയുന്നതിനാണ് റമ എന്ന് പറയാ? നല്ല കട്ടിയുള്ള കല്ല് പോലുള്ള പിന്നെ അല്പം ഫലമുള്ള ഘനമുള്ള ഒരു വസ്തു കൊണ്ട് എറിയുന്നതിനാണ്. ഞാനൊരു കല്ലെടുത്തിട്ട് നിങ്ങളെ എറിയണ എന്തിനാ? എൻ്റെ ഉദ്ദേശം എന്താവും? തല പൊട്ടണം, അല്ലെങ്കിലോ വൈക്കോൽ തുരുമ്പ് പോലെ നിങ്ങൾ ആ ഏറോടങ്ങൾ വൈക്കോൽ തുരുമ്പ് പോലെ അടാവണം, പിന്നെ ചീഞ്ഞ് നാറി കൊല ചെയ്യപ്പെടണം. ആ ഉദ്ദേശത്തിലാണ് സാധാരണ റമ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ ഉപയോഗിച്ചത്? ആരോപണം നടത്തുക. ആരാരോപണം നടത്തുക? ചാരിത്ര ശുദ്ധിയുള്ള വിശ്വാസിനികളായ സ്ത്രീകളെ ആരോപണം നടത്തുക അല്ലേ? ആ ആരോപണം നടത്തുന്നതിനെ വലിയ കല്ല് കൊണ്ട് എറിയുന്നതിനോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. ആ പദത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു രഹസ്യമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഹിക്മത്തുണ്ട്. അതിൻ്റെ രഹസ്യം എന്താ? ഒരു വിശ്വാസി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയ ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്കൊരു അഭിമാനമുണ്ടാവും. ആ അഭിമാനത്തിന് ക്ഷതം വരുത്തിയാൽ എന്താവും? ഒരു പക്ഷേ ആ കുടുംബം ശിഥിലമാവും. ഇപ്പം എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മോളോ ഈ പണി ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ വേദന എന്താവും? ഒരു പക്ഷേ ഷുഗറുള്ള ഞാൻ വികാരഭരിതനായി എന്തു ചെയ്യും? എൻ്റെ കുട്ടിയെ ഞാൻ എന്തു ചെയ്യും? കൊന്നുകളയും ചിലപ്പോൾ. അത്രയും ഫീലിംഗ് ഉണ്ടാവുന്ന ഒരു സാധനമാണെന്ത്? മനുഷ്യൻ്റെ ആ കുടുംബത്തിന് മോശം വരുത്തുന്ന ഒരു കാര്യം ആരെങ്കിലും പറയാന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് ഒരാൾ ആരോപിക്കുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് കല്ല് കൊണ്ട് ഒരാളെ എറിഞ്ഞ് തല ചപ്പിളിയാക്കുന്നത് പോലെ മനുഷ്യൻ്റെ അഭിമാനത്തെ ഈ ആരോപണം കൊണ്ട് എറിയുമ്പോൾ എന്തു ചെയ്യും? അവൻ ചളിപിളിയാവും. അങ്ങനെയുള്ളൊരവസ്ഥ അതിലുണ്ടാവും. അത് സമൂഹത്തെ, ആ കുടുംബത്തെ നശിപ്പിക്കാൻ അത് കാരണമാകും.
അതുകൊണ്ട് ആ രൂപത്തിലുള്ള ആരോപണം വരുന്നത് തന്നെ ഒരു ശിക്ഷാ നിയമം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചേക്കാണ് അല്ലേ. അതുകൊണ്ടാണ് എന്തിനാ ഇപ്പോൾ ഒരു ആരോപണം പറയുന്നതിനൊക്കെ ഒരു വിശുദ്ധ ഖുർആനിൽ ഇത്ര ഒരു വലിയ കാര്യമൊക്കെ പറയണത്, എമ്പത് അടിയടിക്കണം, അങ്ങനെ ഹദ്ദൊക്കെ കണക്കാക്കിയത് എന്തിനാന്നൊക്കെ ചിലപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ആവറേജ് ബുദ്ധി കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പം അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ നമുക്ക് ബുദ്ധി കൊണ്ട് ഇങ്ങനെ തോന്നും. പക്ഷേ അങ്ങനെ ഒരു നിയമവശം ഇല്ലെങ്കിൽ എന്തായിരിക്കും? അപ്പം ഈ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണത്? മനുഷ്യൻ്റെ മാനത്തിനും അഭിമാനത്തിനും ഇസ്ലാം വലിയ സ്ഥാനമാണ് നൽകുന്നത്. അതിനെവിടൊക്കെ ക്ഷതം വരുന്നുവോ അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷാ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടുള്ളതല്ല, അത് കല്ലെറിയുന്നത് പോലെ തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി നോക്കൂ, വല്ലദീന യർമൂന, അതാണ് ആ റമ എന്ന പദത്തിൻ്റെ ഉള്ളിൽ പിടഞ്ഞു കിടക്കണ ആ ആശയമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഞാൻ വെച്ചത്. ഇനി പറയാം, വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്. ആരാണ് ഈ മുഹ്സനാത്ത് അറിയണത്? മുഹ്സനാത്ത് ഹസൻ എന്ന് പറയുന്നത് എന്താ? ഹസൻ എന്താ ശരിക്കും എൻ്റെ അർത്ഥം? നമ്മൾ പറയില്ലേ ഹിസ്ൻ എന്നൊക്കെ പറയാണ്ട്. എന്താ ഹിസ്ൻ? ഒന്ന് കോട്ട. എന്തിനാ കോട്ട ഉണ്ടാക്കണത്? കോട്ട ഉണ്ടാക്കണത് എന്തിനാ? സേഫ്റ്റി. അവിടേക്ക് ആരും അവിടെ കടന്നു വരരുത്, അത്ര സുരക്ഷിതത്വം. അതിനാണ് കോട്ട ഉണ്ടാക്കണത്. അറബിയിൽ അതിന് പറയാം മൻ എന്നാണ് പറയാം. മൻ, അതാണ് അതിൻ്റെ അസിലിലെ അർത്ഥം. അതിലെന്തുണ്ട്? ഒരു സുരക്ഷിതത്വമുണ്ട്. ഇയാൾ പറഞ്ഞ സേഫ്റ്റി ഉണ്ട് അല്ലേ? അപ്പം മുഹ്സനത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക ഭാഷാർത്ഥം ഒരാൾ മുസ്ലിമാകുമ്പോൾ അവനൊരു സേഫ്റ്റി ലഭിക്കുന്നു, ഒരു സുരക്ഷിതത്വം ലഭിക്കുന്നു. ഒരു കോട്ട പോലെ ഒരാൾ വിവാഹം ചെയ്യുമ്പോൾ എന്താവും? അതുകൊണ്ടാണ് മുഹ്സൻ എന്നുള്ള പദത്തിന് എന്തൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്? മുസ്ലിമായ വിശ്വാസിയായ സ്ത്രീയും പുരുഷനും എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. മുഹ്സൻ, മുഹ്സനത്ത് പെണ്ണ്, മുഹ്സൻ ആണ്. അപ്പം ഇസ്ലാമിനോട് കൂടി ഇഹ്സാൻ കിട്ടും. രണ്ടാമത്തത് സ്വതന്ത്രൻ എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് പതിവ്രതകളായ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത അനുയോജ്യമല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആണും പെണ്ണും. അതാണ് അഫീഫാത്ത് എന്ന് പറയുന്നത്. അഫീഫ് എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടാത്ത കാര്യങ്ങൾ, ഇപ്പം നമുക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ, അതേപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർക്കാണ് എന്ത് പറയാ? അഫീഫാത്ത് ആയ സ്ത്രീകൾ എന്ന് പറയാം. ആ അർത്ഥം എന്തിനുണ്ട്? മുഹ്സനത്ത് എന്നതിനുണ്ട്. അപ്പം മുസ്ലിമായവള്, സ്വതന്ത്രയായവള്, അഫീഫാത്തായവള്, ഒരർത്ഥം കൂടിയുണ്ട്. അതേതാണ്? 4 അർത്ഥമാണ് അതിന് മുഫസ്സിർ. വിവാഹം ചെയ്തവർ. ഈ 4 അർത്ഥവും എന്തിനുണ്ട്? മുഹ്സൻ എന്ന അർത്ഥത്തിന്, അല്ലെങ്കിൽ മുഹ്സനത്ത് എന്ന ആ പദത്തിനുണ്ട്. അപ്പോൾ വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, ഇങ്ങനെ വിവാഹം ചെയ്ത അഫീഫാത്തായ സ്വതന്ത്രകളായ വിശ്വാസിനിയായ സ്ത്രീകളെ ആരാണോ ആരോപണം പറയുന്നത്, എന്നിട്ട് പറയാ എന്താ പറയണത്? സുമ്മലം യതൂ ബിഅർബഅതി ശുഹദാ, എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും. അപ്പം ആരോപണം പറഞ്ഞാൽ ഉടനെ എന്ത് വേണം? 4 സാക്ഷികൾ വേണം. അർബഅതി ശുഹദാ നോക്കണം. എന്താ അർബഅതി ശുഹദാ എന്ന് പറഞ്ഞാൽ? അർബഉ ശുഹദാ എന്ന് പറയുന്നതും അർബഅത്തു ശുഹദാ എന്ന് പറയുന്നത് എന്താ വ്യത്യാസം? ഖുർആൻ ഉപയോഗിച്ച എന്താ? അർബഅതി ശുഹദാ അല്ലേ? 4 സാക്ഷി. എന്താ അർബവും അർബഅത്തും തമ്മിലുള്ള വ്യത്യാസം? ഏത് സ്ത്രീ? സാക്ഷികൾ സ്ത്രീകളെ കൊണ്ടുവരാന്നാണോ? അവിടെ ഒരു നിയമം പഠിക്കാണ്ട്. ഞാൻ ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. ഒരാപ്പിൾ എന്നുള്ളതിന് എങ്ങനെ, 3 ആപ്പിൾ എന്നുള്ളതിന് എങ്ങനെ പറയാ? സലാസുന്നോ സലാസത്തുന്നോ? എന്താ ഇതെൻ്റെ? ആരും പറഞ്ഞാണേ? സലാസു എന്താ പറയണ്ടേ?
നമ്മൾ ജമ്മിയിൽ ജോലിയാണ്. സലാസത്തു തുഫാഹത്തിന്നോ സലാസു തുഫാഹത്തിന്നോ പറയാ? സലാസു. ഇനി നിങ്ങൾക്ക് ലളിതമായ ഒരു ഇത് എഴുതി തരാം. സലാസത്തു ഔലാദിൻ അല്ലേ? 3 ആൺകുട്ടികൾ. ഔലാദിൻ. സലാസു ബനാത്തിൻ. എന്തേ ഇവിടെ സലാസും ഇവിടെ സലാസത്തും കൊണ്ടുവരാൻ കാരണം? അതാണ് എൻ്റെ ടെക്നിക്ക് അല്ലേ? ഔലാദ് ആരാ? ആൺകുട്ടികൾ. ആണാവുമ്പോൾ എണ്ണൽ സംഖ്യ നേരെ ഉൾട്ടാക്കി കൊണ്ടുവരാം, പെണ്ണാക്ക. എണ്ണപ്പെടുന്ന സാധനം ആണാകുമ്പോൾ എണ്ണൽ സംഖ്യയെ എന്താക്കുക? പെണ്ണാക്ക. എണ്ണപ്പെടുന്ന സംഗതി സ്ത്രീലിംഗമാണെങ്കിൽ എണ്ണൽ സംഖ്യ എന്താകുക? ആണാക്ക. ഇതാണ് റൂള്. ഇത് എത്ര വരെയുള്ളൂ? 3 to 10 വരെയുള്ളൂ. 3 to 10 അല്ലെങ്കിൽ 9 വരെയുള്ളൂ. ഈ നിയമം. അപ്പം ഇനി നിങ്ങൾ ഖുർആനിലേക്ക് വരാം. സുമ്മലം യതു ബി അർബ. എവിടെയാണ് ഓതി കൂടി? സുമ്മലം യതു ബി അർബഅത്തി ശുഹദാ. 4 സാക്ഷികൾ. അവിടെ എന്നല്ലേ പറഞ്ഞത്? അർബഅത്ത് എന്നല്ലേ പറഞ്ഞത്? അപ്പം ആ എണ്ണൽ സംഖ്യ പെണ്ണാണ്. അപ്പം ധാരാവും ശുഹദാ ആണുങ്ങളാവും. അപ്പം സാക്ഷി ആരായിരിക്കണം? 4 ആണുങ്ങളായിരിക്കണം. ടെക്നിക്ക് മനസ്സിലായോ? അപ്പം പെണ്ണിനെ കൊണ്ടുവന്നാൽ പറ്റൂല, പെണ്ണ് പറ്റൂല. 4 വ്യഭിചാരം ചെയ്തു എന്ന് നമ്മൾ ആരോപിക്കുമ്പോൾ ആണുങ്ങളായ 4 സാക്ഷികളെ കൊണ്ടുവരണം. ഒന്നുകൂടിയും, വ്യഭിചാരം ചെയ്തു എന്ന് നമ്മൾ ആരെങ്കിലും പിന്നെ ഒരു പതിവൃതയായ, ഒരു സത്യവിശ്വാസിയായ, ഒരു വിവാഹിതയായ ഒരു സ്ത്രീയെ, മുഅ്മിനത്തായ സ്ത്രീയെ നാം ആരോപിക്കുമ്പോൾ 4 ആൺസാക്ഷികളെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താണ്? ഫജിലിദു ഹും. 4 അവരൊക്കെ അടിക്കണം. എത്തിനിപ്പോ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ 4 ആളെ അടിക്കണം. എന്തിനാ? അതാണ് കുട്ടൻസ്. എന്തിനാ? നിങ്ങൾ ഉന്നയിൽ പങ്കെടുത്തു. അപ്പം ഫജിലിദൂഹും സമാനീന ജൽദ. അവരെങ്ങൾ എന്ത് ചെയ്യണം? 80 അടി അടിക്കണം. അപ്പം സാക്ഷിയില്ലാതെ ആരോപണം അങ്ങോട്ട് തൊള്ളേന്ന് അങ്ങോട്ട് വിടണ്ട. സാക്ഷിയില്ലാതെ പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ? പിന്നെ വിദാറത്തിൽ അതിൽ വന്ന് പിടിച്ചുകൊണ്ടായിട്ട് എന്ത് ചെയ്യും? 3 ആൾക്കും കിട്ടും അടി അല്ലേ? അതാണ് ഫജിലിദൂഹും സമാനീന ജൽദ. നിങ്ങളെ സമയമായിരുന്നു തോന്നുന്നില്ലേ? അതാണ്. എന്നാൽ നമുക്ക് ബാക്കി പിന്നാക്കാം. അതെന്നാ അർത്ഥം പറയാം. വലാ തഖ്ബലൂലഹും ഷഹാദത്തൻ അബദ. അവിടെ പിന്നെ പറയാം 80 അടി പോരെ മാത്രമല്ല, അവരിൽ നിന്നുള്ള ഒരു സാക്ഷിത്വവും നിങ്ങൾ സ്വീകരിക്കാനേ പാടില്ല. ഓലെ പിന്നെ സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല. 3-മത്തെ ഒരു കാര്യം, ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ അള്ളാഹുവിൻ്റെ ഹുക്കുമിൽ നിന്ന് തെറിച്ചു പോയവരാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠയില്ലാത്തവരാണ്, മതത്തിൽ നിന്ന് അകന്നു പുറത്തു പോയവരാണ് അവർ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തു പോയവരാണ് അവർ. അപ്പം ഈ 3ഉം അവർക്ക് പറഞ്ഞിട്ടുള്ള ശിക്ഷയാണ്. ഷഹാദത്ത് പാടില്ല, അവർ ഫാസിഖീങ്ങളാണ്, 80 അടി അടിക്കണം. അതിന് വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം അല്ലേ? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.